രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും മുരളീധരൻ ക്യാബിനറ്റ് മന്ത്രിയാവാൻ വേണ്ടി ഓരോ വോട്ടും മുരളീധരൻ. വടകര മുരളി ജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പരാജയമില്ല. കാരണം നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പരാജയം മാത്രമല്ല, ഒരു വലിയ നഷ്ടമായി. UDF സംവിധാനം കൊണ്ടുവന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരനാണ് ഇന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന് മുരളീധരനെ വിജയിപ്പിച്ചേ പറ്റൂ. കാരണം മഹാനായ CHന്റെയും കെ കരുണാകരനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഓരോ ലീഗ് പ്രവർത്തകനും എല്ലാം മറന്നുകൊണ്ട് മുൻകൈയെടുത്ത് മുരളീധരനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയെ നേതൃത്വം വേണ്ടി നമ്മൾ മുരളീനെ ജയിപ്പിക്കൽ അനിവാര്യമായ ഘടകം. കേരളത്തിൻ്റെ ഈ അറിവുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ സാരഥിയായ ജയറാജനെ പരാജയപ്പെടുത്തുന്നത് നമുക്കൊരു അനിവാര്യമായ ഘടന. കെ മുരളീധരൻ വിജയിക്കുന്നത് ആവശ്യം തന്നെയാണ്. കാരണം കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ് വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും രക്ഷയുള്ളൂ. ഇത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ഇനി തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് പലരും അതിശയോക്തിയായിട്ട് പറയുന്ന ഒരു കാര്യമല്ലത്. അത് വസ്തുത തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ മനുഷ്യാവകാശങ്ങൾ, ജനകീയ ആവശ്യങ്ങൾ എല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള ഒരു ഭരണമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണം എന്നുള്ള തെരഞ്ഞെടുപ്പാണിത്. ഏത് കക്ഷി ഭരിക്കണം എന്നതിനേക്കാളുപരി ഈ നിലവിലുള്ള ഈ വ്യവസ്ഥിതിക്കൊരു മാറ്റം വരണം. അതിന് വടകര നിയോജക മണ്ഡലത്തിൽ മുരളീധരൻ ജയിക്കൽ തന്നെയാണ് ഏക പോംവഴിയായിട്ടുള്ളൂ. അതതിന് നിർദ്ദേശിക്കാനുള്ളൂ. അതാണ് സർവ അഭിപ്രായം. മുരളീധരൻ ജയിക്കൽ നമ്മുടെ നാട്ടിന് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതരത്വം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുരളി ജയിക്കൽ നമുക്ക് എല്ലാവരും കർമ്മരംഗത്തിറങ്ങി വിജയിപ്പിക്കണം മുരളീനെ. പാർലമെന്റ് നമ്മുടെ മുരളി സാഹിബ് വിജയിക്കുകയും കേന്ദ്രത്തിൽ ഒരു ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഉണ്ടാവുകയും രാഹുൽ ഗാന്ധിയുടെ എന്നാൽ നമുക്കൊരു വടകരക്കൊരു മന്ത്രി ഏതായിരുന്നാലും ഉറപ്പാണ്. അതിനു വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം, വോട്ട് ചെയ്യണം. മുരളി നമുക്ക് ഭൂരിപക്ഷത്തോട് ജയിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒത്താശിക്കുക, പ്രവർത്തിക്കുക. വടകര ലോകസഭാ മണ്ഡലത്തിലെ UDFന്റെ വിജയം ഇന്നത്തെ കാലഘട്ടത്തിലൊരു അത്യാവശ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി BJP സർക്കാരിൻ്റെ പതനത്തിനു വേണ്ടിയിട്ടും കെ മുരളീധരനെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വിജയിക്കേണ്ടിയിരിക്കുന്നു. അത് കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യം തന്നെയാണ്. ജയിക്കുന്നത് ഉറപ്പാണ്. പിന്നെ ലോകസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദിയുടെ സ്വച്ഛാധിപത്യവും ഫാസിസവും അവസാനിപ്പിക്കാൻ വേണ്ടി വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കെ മുരളീധരന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. ഇവിടെ കൊലപാതക രാഷ്ട്രീയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ പ്രത്യേകിച്ചും കണ്ണൂർ വടകര മണ്ഡലത്തിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയും കേന്ദ്രത്തിൽ മോഡി സർക്കാരിനെ താഴെ ഇറക്കി ഫാസിസ്റ്റിനെ കുഴിച്ചു മൂടാൻ വേണ്ടിയും ഈ പ്രാവശ്യത്തെ വോട്ട് മുരളീധരന് കൈയടയാളത്തിൽ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഏറെ സാധ്യതയുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന സഖ്യത്തെ വിജയിപ്പിക്കേണ്ടുന്ന ബാധ്യത ഇവിടെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി, ഐക്യ ജനാധിപത്യ മുന്നണിയുടേത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈയടയാളമാണ്. ആ കൈയടയാളത്തിൽ എല്ലാ ആളുകളും വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് വടകരയിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കെ മുരളീധരനെ നമുക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ട
ഒരു ബാധ്യതയും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും മുരളീധരനെ വിജയിപ്പിക്കുക. പ്രിയപ്പെട്ട വോട്ടർമാരെ, നമ്മുടെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുരളീധരനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുരളി ജയിക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് അതിനാൽ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം കൈപ്പത്തി ചിഹ്നത്തിലാവട്ടെ. വടകര അത് നമ്മളെ മുരളിക്കന്നല്ലേ, അക്രമികൾക്ക് വോട്ടില്ല വടകര മണ്ണിൽ. വടകരയിൽ മുരളി ജയിക്കണം. മുരളി ജയിച്ചേ പറ്റൂ. കാരണം അക്രമ രാഷ്ട്രീയത്തിനെതിരെ മുരളീധരന് എല്ലാവരും ഓരോ വോട്ട്.